എൻ്റെ പ്രിയ ഗുരുനാഥനും നാൾവഴിയുടെ പ്രിയ പ്രേക്ഷകർക്കും വിനീത നമസ്കാരം. ഞാൻ സന്തോഷ് കുമാർ കൊല്ലം. ഞാനൊരു പുതിയ വോയിസ് ക്ലിപ്പുമായിട്ട് നാൾവഴിയുടെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ സ്വീകരിക്കും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വോയിസ് ക്ലിപ്പിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന ചില രീതികളെക്കുറിച്ചാണ്. ക്ഷേത്രങ്ങളിലെ പൂജകൾ ചെയ്യാനും അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനും ജ്യോതിഷം എന്ന മഹാശാസ്ത്രം പഠിക്കാനും അത് കൈകാര്യം ചെയ്യാനും ഉന്നത കുലജാതർക്കേ കഴിയൂ. ഇതൊന്നും താഴ്ന്ന കുലജാതിയിൽപ്പെട്ട ആൾക്ക് നിഷിദ്ധമാണ്. അവനത് ചെയ്യാൻ പറ്റില്ല. അവനത് ചെയ്താൽ മഹാപാപമാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ, ഞങ്ങളുടെ പരമ്പരയ്ക്ക് മാത്രമേ അത് അവകാശമുള്ളൂ, ഞങ്ങളുടെ തലമുറയിൽ കൂടി വേണം അത് മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് അത് ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ ചെറിയ ചിന്താഗതിയിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യം ചെയ്താലും ആ കർമ്മമാണ് അവിടെ വലുത് എന്ന് ചിന്തിക്കണം. നമ്മൾ ജാതി കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ മനസ്സിലാക്കണം. അവിടെ ഉയർന്ന ജാതിയൊന്നോ താഴ്ന്ന ജാതിയൊന്നോ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്, ഒന്നാണ്, സമത്വമാണ്, സനാതന ധർമ്മമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. അവിടെ ബ്രാഹ്മണനെന്നോ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ ഇല്ല. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും മനുഷ്യനാണ്, മനുഷ്യനായി പിറന്നവരാണ്. ഞാൻ പണ്ട് ഒരു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനായി പിറന്നവനാണ്, മനുഷ്യൻ്റെ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. നമ്മളൊരു കാര്യം അവിടെ ചിന്തിക്കണം, നമ്മളൊക്കെ രോഗങ്ങളുള്ളവരാണ്, രോഗികളാണ്, ഓരോരോ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവരാണ്. എത്രയോ ഹോസ്പിറ്റലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലഡ് ബാങ്കുകൾ. ആ ബ്ലഡ് ബാങ്കുകളിൽ അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ബ്ലഡുകൾ അത് ഉന്നത കുലജാതൻ്റെയാണോ താഴ്ന്ന കുലജാതൻ്റെയാണോ എന്ന് നമുക്കറിയില്ല. അത്യാസന്ന നിലയിൽ ഒരു രോഗിയെ അവിടെ പ്രവേശിപ്പിക്കുമ്പോൾ ആ രോഗിക്ക് ബ്ലഡ് വേണ്ടി വന്നാൽ പെട്ടെന്ന് ബ്ലഡ് ബാങ്കിൽ നിന്നും ആ രോഗിയുമായി മാച്ച് ചെയ്യുന്ന ബ്ലഡ് നമ്മളിലേക്ക് കുത്തിവെക്കുകയാണ് സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊരു ഉന്നത കുലജാതനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ ജാതിയിലുള്ള ആളുടെ ബ്ലഡ് മതി എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എൻ്റെ സ്വന്തം ജീവനാണ്, എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏത് ബ്ലഡായാലും മതി, എനിക്ക് താഴ്ന്ന കുലജാതിക്കാരൻ്റെ ബ്ലഡായാലും മതി, എനിക്ക് കുത്തിവെച്ചോളൂ, എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി തരൂ എന്നേ ഏതൊരു ഉന്നത കുലജാതനും പറയൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മറിച്ചു പറഞ്ഞാൽ മറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ വ്യക്തിയുടെ ജീവൻ തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. അവിടെ ഒരു അയിത്വം നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു വേർവ്യത്യാസവും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സാഹചര്യമാണ് വലുത്, സാഹചര്യത്തിനനുസരിച്ച് പോകണം എന്ന് നമ്മുടെ ഗുരുനാഥൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഒരു ഭാവം ഉണ്ടായാൽ
സ്വന്തം ജീവനുകൾ പൊലിയുമ്പോൾ അതിന് നമ്മൾ തന്നെ കാരണക്കാരാകും എന്നുകൂടി ഈ ഓരോ സമുദായത്തിലുള്ള വ്യക്തികളും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, എൻ്റെ പ്രിയ ഗുരുനാഥൻ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്, സമൂഹം ഉണരണം ഉണരണം. പക്ഷേ നമ്മുടെ സമൂഹം ഉണരുന്നില്ല. മറിച്ച് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയുക എന്ന ആ വായ്മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് ബാധകമല്ല, ആര് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കില്ല, ഞങ്ങൾ അനുസരിക്കില്ല എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഇന്നും ഈ സമൂഹം മുന്നോട്ട് പോകുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കർമ്മമാണ് ഒരു വ്യക്തിയെ ഉന്നതനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ നിശ്ചയിക്കുന്നത്. നമ്മൾക്കെല്ലാം അറിയാം, താഴ്ന്ന കുലജാതിയിൽ അവർ ഉപാസിച്ചിരുന്ന ദൈവങ്ങൾ, ദേവതകൾ, ദേവീദേവന്മാർ, അവർ കൊടുത്തുകൊണ്ടിരുന്ന കർമ്മമാണ് സാറ് പറയും പോലെ കൗളാചാര വിധി പ്രകാരമുള്ള താമസ പൂജ എന്ന് പറയുന്നത്. 12 സ്വാത്തിക പൂജയ്ക്ക് തുല്യമാണ് ഒരു താമസ പൂജ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ ചിന്തിക്കണം, 12 സ്വാത്തിക പൂജകൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ഉന്നത കുലജാതൻ, ആ ഉന്നത കുലജാതൻ ചെയ്യുന്ന 12 സ്വാത്തിക പൂജകളേക്കാൾ 10 മടങ്ങ് 1000 മടങ്ങ് ഗുണം ചെയ്യുന്നത് താഴ്ന്ന കുലജാതിക്കാരൻ ചെയ്യുന്ന ഒരേ ഒരു പൂജയായ താമസ പൂജയിലൂടെയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ താമസ പൂജ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉന്നത കുലജാതന നിഷിദ്ധമായിരുന്നു എങ്കിൽ താഴ്ന്ന കുലജാതിയിലുള്ള ജാതിയിൽ ഉള്ള പരമ്പരാഗതമായി അവർ നടത്തിപ്പോന്നിരുന്ന പക്ഷിബലി, മൃഗബലി, അതിലൂടെ അവർ നേടിയെടുത്തിരുന്നത് ഇത്രയും അധികം ശക്തിയുള്ള, അല്ലെങ്കിൽ ഇത്രയും ദേവീ കടാക്ഷം അല്ലെ ദേവൻ്റെ കടാക്ഷം നേടിയെടുക്കാൻ പറ്റിയിരുന്ന താമസ പൂജയാണ് എന്നും കൂടി നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർമ്മമാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഈ താമസ പൂജയ്ക്കാണ് ഗുണമെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത കുലജാതൻ എന്ന് അറിയപ്പെടേണ്ടത് ഈ താഴ്ന്ന കുലജാതിക്കാരെ തന്നെയാണ്, അല്ലെ താഴ്ന്ന കുലജാതനെയാണ്. അല്ലാതെ മനുഷ്യൻ്റെ നിറമോ അല്ലെ വർണ്ണവ്യത്യാസമോ കണക്കാക്കാതെ കർമ്മമാണ് വലുത് എന്ന് ഉറച്ചു പറയുന്ന ഈ ഉന്നത കുല സമൂഹം ചിന്തിക്കേണ്ടത്, കർമ്മമാണ് വലുതെങ്കിൽ തീർച്ചയായിട്ടും താഴ്ന്ന കുലജാതിക്കാരൻ ചെയ്യുന്ന താമസ പൂജ എന്ന ആ വലിയ കർമ്മത്തിലൂടെ 12 സാത്വിക പൂജകളേക്കാൾ ഗുണം നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ആ താഴ്ന്ന കുലജാതിക്കാരനെയാണ് നമ്മൾ ഉന്നത കുലജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ ജ്യോതിഷമെന്ന മഹാശാസ്ത്രം പഠിക്കാൻ ഈ സമൂഹത്തിലെ താഴ്ന്ന കുലജാതിയിലുള്ള താഴ്ന്ന കുലജാതിയിൽ പിറന്ന ഓരോ ജനങ്ങളും അല്ലെങ്കിൽ സഹോദരന്മാരും മുന്നോട്ട് വരണം. നിങ്ങൾ ചെയ്യുന്ന താമസ പൂജയ്ക്ക് ഉന്നത കുലജാതൻ ചെയ്യുന്ന 12 സ്വാത്വിക പൂജകളേക്കാൾ ഗുണമുണ്ടെങ്കിൽ ആ ഉന്നത കുലജാതനേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഈ ജ്യോതിഷമെന്ന മഹാശാസ്ത്രം പഠിച്ചെടുക്കാൻ കഴിയും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ സമൂഹത്തിലെ പൂജാരീതികളിലേക്ക്, പൂജാവിധികളിലേക്ക്, ജ്യോതിഷ രീതികളിലേക്ക് ഒരു അറപ്പുമില്ലാതെ മുന്നോട്ട്, ഞങ്ങൾ അങ്ങനെയുള്ള കുലത്തിലുള്ളവരാണ്, ഞങ്ങൾക്കത് പാടില്ല, ഞങ്ങൾ ഇങ്ങനെയുള്ള കുലത്തിലുള്ളവരാണ്, ഞങ്ങൾക്കത് പാടില്ല എന്ന് ചിന്തിച്ച് നിൽക്കാതെ, അറച്ചു നിൽക്കാതെ, ഞങ്ങൾക്കും ഇത് പഠിക്കണം, ഞങ്ങൾ പഠിച്ചെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക്
അല്ലെങ്കിൽ സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുകൂടി മനസ്സിലാക്കി എൻ്റെ പ്രിയ സഹോദരങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനാണ് വലിയവൻ, നീയാണ് ചെറിയവൻ എന്ന് കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേർവ്യത്യാസങ്ങൾ ഇല്ലാതാവാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മുടെ ഗുരുനാഥനെ പോലെയുള്ള അതിശക്തനായ അല്ലെങ്കിൽ ആർജവമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നും ജ്യോതിഷം പഠിച്ച് അല്ലെ പൂജാപരിഹാരങ്ങൾ പഠിച്ച് ഞാൻ താഴ്ന്നവനല്ല, ഞാനും ഉന്നത കുലജാതനോടൊപ്പം നിൽക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾ തയ്യാറാവണം എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയ മഹാനായ വ്യക്തി. എങ്കിൽ പോലും ആ ഭരണഘടനയെ അല്ലെങ്കിൽ ആ ഭരണഘടന പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെ പൊളിച്ചെഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുസ്മൃതിയോ അല്ലെങ്കിൽ ഒരു ഋഗ്വേദത്തിൽ പറഞ്ഞ ഭാഗമോ അതൊന്നും പൊളിച്ചെഴുതുന്നതിന് അധികം താമസം വേണ്ട, അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പൂജകൾ ചെയ്യാനും ജ്യോതിഷം പഠിക്കാനും അവിടെ ജാതി ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ കുലം ഒരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. അങ്ങനെ മുന്നോട്ട് വരുന്ന ഓരോ വ്യക്തിയെയും ആ മഹാശാസ്ത്രത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ മഹത് ശാസ്ത്രത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട പൂജകൾ പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, എൻ്റെ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ KV സുഭാഷ് തന്ത്രികൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ മുഖവിലയ്ക്കെടുക്കണം. അതിന് തയ്യാറായി അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അല്ലെ കുലം പറഞ്ഞ് ജാതി പറഞ്ഞ് മാറ്റി നിർത്തിയ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് നിങ്ങളെല്ലാം ഭാഗവാക്കാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയ ഗുരുനാഥന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാൾവഴിയുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.